നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് എപ്പോഴാ ശബരി ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയാ? ഹോസ്പിറ്റലിൽ പോയി ആ നിതിനെ ഒന്ന് കാണണ്ടേ? വേണം. അവൻ സ്ട്രോങ് ആയിട്ട് നിന്നാ ദയക്ക് ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന അഡ്വക്കേറ്റ് വിളിച്ചപ്പോ പറഞ്ഞത്. അവനെ നമുക്ക് പറഞ്ഞു ഒതുക്കാം. കാശ് വാങ്ങി പോകാൻ തയ്യാറാണെങ്കിൽ അവൻ പൊക്കോട്ടെ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ജീവനോട് പുറത്തിറങ്ങില്ല, അന്ന് നമുക്ക് അവനെ ബോധ്യപ്പെടുത്താം. ആ ശബരി, അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനും തന്നെ വയ്യാതിരിക്കും ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയുന്നില്ലേ? അച്ഛൻ അതുകൊണ്ട് കാര്യായോ ശബരി? ദയേ നിന്നെ എനിക്ക് കാണണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ അഡ്മിറ്റായതിന്റെ തുല്യമല്ലേ എന്റെ അവസ്ഥ? ദയ ഇവിടെ നിന്ന് ഇറങ്ങാതെ നീയും വീട്ടിലേക്ക് വരില്ലല്ലോ. വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ ഞാൻ നിർബന്ധിച്ചത് താങ്കളെ. പക്ഷെ ശബരി കേൾക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ? ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അനുഭവിക്കന്നെ. ശബരി, നിന്റെ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എവിടെയാ രാത്രി കിടക്കാറ്? അവിടെ വേണമെങ്കിൽ സൂക്ഷിക്കാം. തൽക്കാലം അത് ഏട്ടത്തിന്റെ കയ്യിൽ തന്നെ വെക്കേ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇവൻ കിടക്കുന്നത് എവിടെയാണെന്ന് കിടക്കുമ്പോഴേ അറിയൂ. ഈ വരാന്തയിലെ ബെഞ്ചൊക്കെ ആരെങ്കിലും കൈയടക്കി കഴിഞ്ഞാൽ വല്ല മരച്ചോട്ടിലും കൂനിക്കൂടിയിരിക്കും അല്ലേ ശബരി? മോനെ, നീയേ നിന്റെ ആരോഗ്യം കൂടി നോക്കണം. ദയേനെ നോക്കാൻ നീയടക്കം എല്ലാവരും ഉണ്ട്. പക്ഷെ നീ ഒന്ന് വീണാൽ ആരോഗ്യം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ വിനയ? നിനക്ക് അച്ഛന്റെ ആരോഗ്യസ്ഥിതി അറിയാലോ. അച്ഛൻ പേടിക്കണ്ട, ഞാൻ അത്ര വേഗമൊന്നും വീഴില്ല. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കില്ല അച്ഛാ. ദയ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി കൊണ്ടുപോകാന്നുള്ളതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് അച്ഛാ. ശബരി, അച്ഛനും അനിതടുത്ത് ഇവിടെ ഉള്ളപ്പോ നമുക്ക് അവനെ പോയി ഒന്ന് കണ്ടാലോ? ആരെയാ ശബരി? അത് അഡ്വക്കേറ്റ് പറഞ്ഞ ഒരാളെ കാണുന്ന കാര്യം അച്ഛാ. അതെ അച്ഛാ. അച്ഛനും ഏട്ടത്തേക്കും പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ശബരി, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ദയയുടെ കൂടെ രാത്രി സ്ത്രീകൾക്ക് നിൽക്കാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ ബൈസ്റ്റാൻഡറായിട്ട് ഫുൾ ടൈം നിൽക്കാൻ പോലും തയ്യാറാ. ഏയ്, അതൊന്നും ഇവിടെ സമ്മതിക്കില്ല ഏട്ടത്തി. നമുക്കിവിടെ ഇങ്ങനെ പുറത്തു നിൽക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് വിളിച്ച് പറയും. എനിക്ക് ദയമോളൊന്ന് കാണാനും സമ്മതിക്കില്ലേ വിനയ? ഈ സന്ദർശകർക്കുള്ള ഒരു സമയം കാണുമല്ലോ. അതൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോഴും വരാന്തയിലൂടെ നടന്ന ദയ കാണാൻ പറ്റും. പക്ഷെ സംസാരിക്കാനൊന്നും പറ്റില്ല. വേണ്ട, എനിക്ക് എന്റെ മോളൊന്ന് കാണാലോ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാച്ചേ. ഞങ്ങൾ പോയിട്ട് വരാം. ഇതും ജയിലിനും തുല്യാണല്ലോ ശബരി. ശരി മോനെ, ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം. അച്ഛനാ, ദയ ഒന്ന് കാണാൻ വേണ്ടി. നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കോ. സൂപ്രണ്ട് കണ്ട വഴക്ക് പറയും. ആയിക്കോട്ടെ കുട്ടി. എന്റെ മോള്
മോളെ ദേ എന്റെ മോളെ നിനക്കൊന്നുമില്ല നിനക്കൊന്നുമില്ല നമുക്ക് അറിയില്ല ദേ. വേഗം വീട്ടിലേക്ക് പോവാം കേട്ടാ വേഗം വീട്ടിലേക്ക് പോവാം നീ കരയാത്തതേ ഒന്നുമില്ല ഒന്നുമില്ലടി കരയേണ്ടതേ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒന്നുമില്ല കുഞ്ഞേ. നീ കരച്ചിലൊന്നും അതെ സൂപ്രണ്ട് സാറ് വരുന്നുണ്ട് നിങ്ങൾ വേഗം പോവാൻ നോക്ക് വേഗം ഞാൻ പിന്നെ ഞങ്ങൾ പുറത്തുണ്ടാവും. മതി ചെല്ല് ഓ ചെല്ല് ചെല്ല് ആന്റി മോള് കൊറേ നേരമായോ കാത്തുക്കാൻ തുടങ്ങിട്ട്? അത് കുഴപ്പമില്ല ആന്റി മക്കളെ രഘുവേട്ടനെ അമ്പിളി ചേച്ചി ഏൽപ്പിച്ചിട്ടല്ലേ ആന്റി വരുന്നത്? പിന്നെ വേറെ ആരുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ മക്കളെ ഏൽപ്പിക്കാതെ എനിക്ക് സമാധാനം ഉണ്ടാവുമോ മോളെ? ആന്റി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? അതൊന്നും സാരമില്ല ചീരു. ഇന്ന് നിന്റെ ചെക്കപ്പ് മുടങ്ങിയാ ശരിയാവത്തില്ല. അതാ ഞാൻ ഓടി വരാന്ന് വിചാരിച്ച്. അല്ല മോളെ അപ്പോയിന്റ്മെന്റ് എപ്പോഴാ? സമയാവാറായി. ഞാൻ പോയി നോക്കിയപ്പോ 3 പേരുകൂടി ക്യൂവിലുണ്ടായിരുന്നു. ഇനിയിപ്പോ ഉടനെ വിളിക്കുമായിരിക്കും. നമുക്കെന്നാ അവിടെ പോയിരിക്കാം. ആ മാമനെ എത്രയായി? 200. ദാ. ഇരിക്കെ. അതെ പീഡിയാട്രിഷ്യന്റെ അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു. പേഷ്യന്റിന്റെ പേര് പറഞ്ഞു. വിഷ്ണു ഇന്ദ്രജിത്ത്. ഓ കരയാതെ മോനെ. വെയിറ്റ് ചെയ്താ മതി. ആ.